കണ്ണൂരിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരന്റെ കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. രാഹുൽ KV വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുകയാണ്. രാഹുൽ, കോഴിക്കോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയ ദാനത്തിന്റെ ഭാഗമാവുകയാണ്. എപ്പോഴാണ് അവിടെ ശസ്ത്രക്രിയ നടക്കുക? അക്ഷയ 11:04 കരൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചത്. അതായത് 9:45 കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 11:04 ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഈ ദൂരം ഓടിയെത്തിയിട്ടുണ്ട്. ആംബുലൻസിലാണ് കരൾ കൊണ്ടുവന്നത്. പോലീസിൻ്റെ വാഹനം ആംബുലൻസിന് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. റോഡ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയായി അല്പസമയത്തിനകം തന്നെ കരൾ തുന്നിച്ചേർക്കുന്നതിനുള്ള ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്യും. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിലുള്ള ആൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും തന്നെ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്തിട്ടില്ല. അതായത് അത്ര ആരോഗ്യാവസ്ഥ ഗുരുതരമല്ലാത്ത ആളാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അദ്ദേഹത്തിനാണ് കരൾ തുന്നിച്ചേർക്കുന്നത്. അല്പസമയത്തിനകം ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം മരിച്ച 23-കാരൻ്റെ ഒരു വൃക്ക കൂടി കോഴിക്കോടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വൃക്ക എത്തിച്ചത്. ഇത് തുന്നിച്ചേർക്കുന്നതിനുള്ള സ്വീകരിക്കുന്ന ആൾക്ക് തുന്നിച്ചേർക്കുന്നതിനുള്ള ശസ്ത്രക്രിയയും അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. അങ്ങനെ സംസ്ഥാനത്ത് മാതൃകയായ മറ്റൊരു അവയവമാറ്റം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. വിജയകരമായി തന്നെ കരളും വൃക്കയും കോഴിക്കോടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും അത് വിജയകരമായി തന്നെ കോഴിക്കോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 23-കാരന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്.